സ്വാതന്ത്ര്യദിന ക്വിസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത്? 1947 ഓഗസ്റ്റ് 15. 2026 ഓഗസ്റ്റ് 15 ഇന്ത്യ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്? 80ാമത് സ്വാതന്ത്ര്യദിനം. 2026 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഏതാണ്? വികസിത് ഭാരത് അറ്റ് 2047. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്ര, ഭാരതീയ അശോക സ്തംഭം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്ഥാപിച്ച ചരിത്ര പ്രസിദ്ധമായ ചെങ്കോലിന്റെ പേരെന്ത്? സെങ്കോൽ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പുതിയ തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ ശ്രേണി ഏത് പേരിൽ അറിയപ്പെടുന്നു? തേജസ്. 2026 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശീയമായി നിർമ്മിച്ച അർദ്ധ അതിവേഗ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏത് സംസ്ഥാനത്താണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് എന്താണ്? നമോ ഗ്രീൻ റെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ഏത് 2 റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സർവീസ് നടത്തുന്നത്? ജിന്ദ് മുതൽ സോണിപത്ത് വരെ. ഇന്ത്യയിലെ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പ്രവർത്തിക്കുമ്പോൾ പ്രധാനമായി പുറന്തള്ളുന്ന വസ്തു ഏതാണ്? ജലബാഷ്പം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് എപ്പോഴാണ് ആരംഭിച്ചത്? 2026 ജൂലൈ 17. ദേശീയ പതാകയിലെ 3 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമപ്പൂവ്, കാവി, വെള്ള, പച്ച. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേര് എന്താണ്? അശോക ചക്രം. ദേശീയ പതാകയുടെ നടുവിലുള്ള അശോക ചക്രത്തിന് എത്ര ആരങ്ങൾ ഉണ്ട്? 24. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ജനഗണമന എന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്സ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം ഏത്?
1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ. വന്ദേ മാതരം എന്ന ദേശീയ ഗാനം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വെച്ചാണ്? 1896 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. സാരേ ജഹാൻ സെ അച്ഛ എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? പ്രഭു മൗണ്ട് ബാട്ടൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാട്ടൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി? കാനിങ് പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് അറ്റ്ലി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി.
സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? മഹാത്മാഗാന്ധി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച കേരളത്തിലെ സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? പഴശ്ശിരാജ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചതാര്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബുൽ കലാം ആസാദ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഏത്? 1950 ജാനുവരി 26. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? പ്രധാനമന്ത്രി. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു എവിടെയാണ് ദേശീയ പതാക ഉയർത്തിയത്? ചെങ്കോട്ട, ഡൽഹി. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രശസ്തമായ പ്രസംഗത്തിൻ്റെ പേരെന്ത്? ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം? പ്ലാസി യുദ്ധം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത്? 1857. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം 1721. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാർ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? 1919 ഏപ്രിൽ 13. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? അമൃത്സറിൽ, പഞ്ചാബ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് 1922. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1930 മാർച്ച് 12. ദണ്ഡി യാത്ര എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ വരെയായിരുന്നു?
ദന്തി യാത്ര സബർമതി ആശ്രമത്തിൽ നിന്ന് ദന്തി കടൽ തീരത്തേക്കാണ് നടന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച തീയതി ഏതാണ്? 1942 ഓഗസ്റ്റ് 8. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിന്റെ മുദ്രാവാക്യമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ച പ്രശസ്തമായ ഒരു സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1947. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1885. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. ഏത് നിയമമാണ് കറുത്ത നിയമം എന്നറിയപ്പെടുന്നത്? റൗലറ്റ് ആക്ട്.